ഇത് നമ്മളെ സൊല്യൂഷൻ തെർമോഡൈനാമിക്സിൽ അതേപോലെ റിയാക്ഷൻ ഇക്വിലിബ്രിയം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ലാസ്റ്റ് തെർമോഡൈനാമിക്സിലുള്ള കുറച്ച് ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ കുറച്ച് അധികം ഉള്ളത് പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അധികം ടഫ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഒക്കെ ഡയറക്റ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫോർ എൻ ഐഡിയൽ ലിക്വിഡ് സൊല്യൂഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂണിറ്റി. നമ്മളുടെ ലിക്വിഡ് സൊല്യൂഷൻ ആണ്. നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റൗൾസ് ലോ അല്ലേ. അപ്പോൾ അതല്ലാതെ നോൺ ഐഡിയൽ സൊല്യൂഷൻ ആകുമ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് റൗൾസ് ലോ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അതായത് മോൾ ഫ്രാക്ഷന് പകരം നമ്മൾ ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് ഗാമ ഇൻറ്റു എക്സ് ഇൻറ്റു PI0ക്ക് പകരം FI എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ ആകുമ്പോൾ ഈ ഗാമ ഐ എന്താവും 1 ആവും. ഫിജാസിറ്റിക്ക് പകരം പ്രഷറും വരും. XI ഇൻറ്റു PI0 എന്ന് പറയുന്ന റൗൾസ് ലോയിലേക്ക് തന്നെ പോകും. അപ്പോൾ ആരാണ് യൂണിറ്റി എന്ന് വെച്ചാൽ ഓപ്ഷൻ സി, ആക്ടിവിറ്റി കോഎഫിഷ്യന്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഡയമെൻഷൻലെസ്. നമുക്കറിയാം ഫിജാസിറ്റി എന്ന് പറയുന്നത് പ്രഷറിന് പകരം യൂസ് ചെയ്യുന്നതാണ്. സോ ഫിജാസിറ്റിക്ക് പ്രഷറിന്റെ ഡയമെൻഷൻ ഉണ്ട്. ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ എന്താണ്? ആക്ടിവിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റേഷ്യോ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ആക്ടിവിറ്റിക്കും യൂണിറ്റ് ഇല്ല, മോൾ ഫ്രാക്ഷന് യൂണിറ്റ് ഇല്ല, അതേപോലെ തന്നെ ആക്ടിവിറ്റി കോഎഫിഷ്യന്റിന് എന്തില്ല, യൂണിറ്റ് ഇല്ല. സോ ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് എന്താണ്? ഡയമെൻഷൻലെസ് ആണ്. ഇന്റേണൽ എനർജിയും ഗിബ്സ് ഫ്രീ എനർജിയും നമുക്കറിയാം അതിന് യൂണിറ്റ് ഉണ്ട് അല്ലെ, എനർജിയാണ്. പക്ഷെ ആർക്കില്ല? ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് ഇല്ല. സോ ആൻസർ ഓപ്ഷൻ ബി, ആക്ടിവിറ്റി കോഎഫിഷ്യന്റ്. ദ റേഷ്യോ ഓഫ് ഫിജാസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ഇറ്റ്സ് പ്രഷർ. നമ്മൾ ആദ്യം ഫിജാസിറ്റി പഠിക്കും, പിന്നെ ഫിജാസിറ്റി കോഎഫിഷ്യന്റ് പഠിക്കും, പിന്നെ ആക്ടിവിറ്റി പഠിക്കും, പിന്നെ ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് പറയും. ഫിജാസിറ്റിയും പ്രഷറും തമ്മിലുള്ള റേഷ്യോയ്ക്ക് നമ്മൾ പറയുന്നതാണ് ഫിജാസിറ്റി കോഎഫിഷ്യന്റ്. ആക്ടിവിറ്റിയും മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള റേഷ്യോയ്ക്ക് നമ്മൾ പറയുന്നതാണ് ആക്ടിവിറ്റി കോഎഫിഷ്യന്റ്. ഇവിടെ ഫിജാസിറ്റിയും പ്രഷറും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി, ഫിജാസിറ്റി കോഎഫിഷ്യന്റ്. When dilute aqueous solution of two salts are mixed, the process is associated with a decrease in temperature, increase in temperature, not change in temperature, change in temperature, which is a function of composition. നമുക്കറിയാം ഇവിടെ മിക്സിംഗ് ആണ്. അപ്പോൾ ഹീറ്റ് ഓഫ് മിക്സിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഹീറ്റ് ഓഫ് മിക്സിംഗ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് അല്ല, ഇവിടെ ഹീറ്റ് ഓഫ് മിക്സിംഗ് ആണ്. സോ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ ഓഫ് കോമ്പോസിഷൻ ആണ്. അതേപോലെ തന്നെ നാച്ചർ ഓഫ് ദി സൊല്യൂഷൻ ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് composition. Answer option D, function of composition. The activity of an ideal gas is numerically dash less than pressure, equal to pressure, more than pressure. നമ്മൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഫിജാസിറ്റി ഡിവൈഡ് ബൈ ഫിജാസിറ്റി അറ്റ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഡെഫിനേഷൻ കൊടുക്കുക ഫിജാസിറ്റിന്റെ ടേംസിൽ പറയുമ്പോൾ. ഓക്കെ, എഫക്റ്റീവ് കോൺസെൻട്രേഷൻ ആയിട്ട് അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ പകരം യൂസ് ചെയ്യുന്ന ആളാണെന്ന് പറയും. അപ്പോൾ F/F0 നമുക്കറിയാം ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് കേസ് എടുക്കുകയാണെങ്കിലും നമുക്ക് എന്താ ഫിജാസിറ്റി തന്നെയാണ് വരിക. ഫിജാസിറ്റി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഐഡിയൽ കേസ് പ്രഷറിന് ഈക്വൽ ആണ്. സോ ആക്ടിവിറ്റി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു പ്രഷർ. ഓപ്ഷൻ ബി, ഈക്വൽ ടു പ്രഷർ. The fugacity of a component in an ideal solution is directly proportional to mole fraction of the component in the solution. This is fugacity of a component in an ideal solution is directly proportional to mole fraction. നമുക്കറിയാം partial pressure proportional to partial vapor pressure proportional to mole fraction of the component in the solution. ഇത് നമ്മൾ പറയുന്നതാണ് റൗൾസ് ലോ. അതിന് പകരം ഫിജാസിറ്റി വെച്ച് നമ്മൾ പറയുന്നതാണ് എന്ത്? ലൂയിസ് റാൻഡൽ റൂൾ. അതായത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ ഈ എൻഡിങ്ങിൽ നമ്മൾ ലൂയിസ് റാൻഡൽ റൂൾ അല്ലെങ്കിൽ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന രീതിയിലാണ് പറയാം. ഇപ്പുറത്ത് ഹെൻറീസ് ലോ, അതായത് സൊല്യൂട്ടിന്റെ കേസ്, മറ്റേ സോൾവെന്റിന്റെ കേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും. അപ്പോ ഫിജാസിറ്റി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൂയിസ് റാൻഡൽ റൂൾ ആണ്. ഓപ്ഷൻ ബി, ലൂയിസ് റാൻഡൽ റൂൾ. ദി എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഓപ്ഷൻ എ, ഡിഫറെന്റ് ഫോർ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ്. ഓപ്ഷൻ ബി, ഡയമെൻഷൻലെസ്. ഓപ്ഷൻ സി, ഡിപ്പെൻഡ് ഓൺ സ്റ്റോയിchiometric കോഎഫിഷ്യന്റ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. ഇപ്പൊ നമ്മളിപ്പോ A+B ഗീവ്സ് C+2D ഇങ്ങനെ ഒരു റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ പറയുന്നത് ഇവിടെ -ε ആണ്, ഇവിടെ -ε ആണ് അല്ലെ. വെച്ചാൽ ε/-1 ആണ്. ഇവിടെ ε/-1 ആണ് അല്ലെ. ε into -1 ആണ്. -ε ആണ് ഇവിടെ റിയാക്ട് ചെയ്ത് പോകുന്നത്. ഇവിടെയാണെങ്കിലോ +ε ആണ്. ഇവിടെയാണെങ്കിലോ +2ε ആണ്. അപ്പൊ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ സ്റ്റോയിchiometric കോഎഫിഷ്യന്റ് 1 ആണ്, -ε. ഓക്കെ, നേരെ മറിച്ച് ഇത് 2B ആയിരുന്നെങ്കിൽ എന്താ വരിക? -2ε ആണ് വരിക അല്ലെ. -2ε. 1A+2B, A+2B ആണെങ്കിൽ -2ε. C+ε 2D ആകുമ്പോൾ +2ε. അപ്പൊ എപ്സിലോൺ എന്ന് പറയുന്നത് നമുക്ക് റിയാക്ടന്റ് ആയാലും പ്രൊഡക്റ്റ് ആയാലും സെയിം ആണ്. ഓക്കെ,
അതേപോലെ തന്നെ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ മോൾ ഫ്രാക്ഷനുമായിട്ടല്ല മോൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. അതായത് ഒരു മോള് റിയാക്ട് ചെയ്യുന്ന പറയുന്ന വരെ നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുന്നതാണ് ഇവിടെ എക്സ്റ്റെന്റ്. ഇത്രയാണ് ഇക്വിലിബ്രിയം എത്തുന്നവരെ ഇത്രയും എമൗണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എന്റെ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് മോൾസിന് ഈക്വൽ ആണ്. അപ്പോൾ അത് ഡയമെൻഷൻലെസ് അല്ല. മോൾസ് എന്ന് പറയുന്ന ഡയമെൻഷൻ അതിന് ഉണ്ട്. ഓക്കെ, എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷന് ഡയമെൻഷൻ ഉണ്ട്. റിയാക്ടന്റ് ആയാലും പ്രൊഡക്റ്റ് ആയാലും ഡിഫറെന്റ് അല്ല. ഞാൻ എപ്സിലോൺ വെച്ചിട്ട് തന്നെയാണ് എഴുതുന്നത്. ഡിപ്പെൻഡ് ഓൺ സ്റ്റോഷിയോമെട്രിക് കോഷ്യന്റ്. സ്റ്റോഷിയോമെട്രിക് കോഷ്യന്റ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ മൈനസ് എപ്സിലോൺ ആണ്, ഇവിടെ -2 എപ്സിലോൺ ആണ്, ഇവിടെ പ്ലസ് എപ്സിലോൺ ആണ്, ഇവിടെ +2 എപ്സിലോൺ ആണ്. ഇനി +3F എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ +3 എപ്സിലോൺ ആണ് അതിന്റെ കേസിൽ വരിക. അപ്പോൾ ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി, ഡിപ്പെൻഡ് ഓൺ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. ഡിപ്പെൻഡ് ഓൺ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. For an ideal gas mixture undergoing a reversible gaseous phase chemical reaction, the equilibrium constant is increases with pressure, decreases with pressure, independent of pressure, increases or decreases with pressure depending on stoichiometric coefficient of the reaction. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഡിപ്പെൻഡൻസിനെ പറ്റിയിട്ട്. അപ്പൊ നമുക്കറിയാം പ്രഷർ ആണ് എല്ലാത്തിലും തന്നിട്ടുള്ളത്. പ്രഷറിന്റെ കേസ് ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതിനെ കുറിച്ച് കോമ്പോസിഷൻ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ നമ്പർ ഓഫ് മോൾസ് അനുസരിച്ച് ലേഷാഡ്ലർ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ ഇക്വിലിബ്രിയം കോമ്പോസിഷന്റെ കേസ് പറയാറുണ്ട്. പക്ഷെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ കേസിൽ നമ്മൾ ആരും പറയാറില്ല, പ്രഷറിനെ പറയാറില്ല. സോ ആൻസർ ഓപ്ഷൻ സി, ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ. ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ. For a reversible exothermic gas phase reaction, A+B gives C, the equilibrium conversion will increases with. നമുക്ക് ഇവിടെ എക്സോതേർമിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എക്സോതേർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് ആൻസർ വരിക. എന്തായാലും ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് ആൻസർ വരിക അല്ലെ. ഇനി നമുക്ക് പ്രഷറിന്റെ കേസും കൂടി നോക്കാം. എങ്ങനെയാ നോക്കുക എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റും റിയാക്ടന്റും. റിയാക്ടന്റ് കേസിൽ ഒരു മോൾ എ ഉണ്ട്, ഒരു മോൾ ബി ഉണ്ട്, സോ 2. പ്രൊഡക്റ്റിന്റെ കേസിൽ ഒരു മോൾ സി ആണ്. അപ്പോൾ റിയാക്ടന്റ് സൈഡിൽ 2, പ്രൊഡക്റ്റ് സൈഡിൽ 1. സോ പ്രഷർ കൂട്ടുകയാണെങ്കിൽ കൺവേർഷൻ നടക്കും. കുറഞ്ഞ ഭാഗത്തേക്കാണ് പ്രഷർ കൂട്ടുമ്പോൾ കൺവേർഷൻ നടക്കുക. പ്രൊഡക്റ്റ് സൈഡിൽ നമ്പർ ഓഫ് മോൾസ് കുറവാണ്. സോ പ്രഷർ കൂട്ടിയാൽ കൺവേർഷൻ നടക്കും. സോ ഇൻക്രീസ് ഇൻ പ്രഷർ ആൻഡ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. കൺവേർഷൻ ആണ് ചോദിക്കുന്നത്, ഇക്വിലിബ്രിയം കൺവേർഷൻ. പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ ഭാഗത്തേക്കാണ് നടക്കുക. പ്രൊഡക്റ്റ് സൈഡിൽ നമ്പർ ഓഫ് മോൾസ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ കൂട്ടിയാൽ മാക്സിമം കൺവേർഷൻ നടക്കും. സോ ആൻസർ ഓപ്ഷൻ സി, ഇൻക്രീസ് ഇൻ പ്രഷർ ആൻഡ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. For an exothermic reversible reaction, which one of the following correctly describe dependence of equilibrium constant K with the temperature T and pressure P? ഇതില് നമുക്ക് പ്രഷറിന്റെ കേസ് നമുക്ക് നോക്കാം അല്ലെ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞേ ഉള്ളൂ, ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ. ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ഇതൊരു പഴയ ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2012-13 ആ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ നമുക്കറിയാം. നിങ്ങൾ നോക്കിക്കേ, K is independent of temperature and pressure ഉണ്ട്, increase in temperature and pressure ഉണ്ട്, K increases with T and decreases with P ഉണ്ട്. സോ നമുക്കറിയാം T ആയിട്ട് ഡിപ്പെൻഡൻസി ഉണ്ട്, പ്രഷർ ആയിട്ട് ഇൻഡിപെൻഡൻസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആയിരിക്കും. പക്ഷെ നമുക്ക് K ഡിക്രീസസ് ആണോ ഇൻക്രീസസ് ആണോ നോക്കാം. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ എക്സോതേർമിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സോതേർമിക് ആണെങ്കിൽ K ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നേരെ മറിച്ച് എൻഡോതേർമിക് ആണെങ്കിൽ എന്താ വരിക? K ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. റെഡിയല്ലേ? എക്സോതേർമിക് ആയതുകൊണ്ട് K ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. എൻഡോതേർമിക് ആണെങ്കിൽ നമുക്ക് എന്ത് വരും? എൻഡോതേർമിക് ആണെങ്കിൽ K ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, പ്രഷറിന്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പ്രഷറിനെ ഇൻഡിപെൻഡന്റ് ആണ്. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 കൂടെ. പിയില് ∂G/∂N ആയിട്ട് ടെമ്പറേച്ചർ പ്രഷർ NJ ≠ I. നമുക്കറിയാം ഇത് പാർഷ്യൽ മോളാർ ഗിബ്സ് ഫ്രീ എനർജിന്റെ ഡെഫിനിഷൻ ആണ്. പാർഷ്യൽ മോളാർ ഗിബ്സ് ഫ്രീ എനർജി എന്ന് വെച്ചാൽ ആരാ? കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ്. പിക്ക് 3 ആണ് വരാം. ഒന്നെങ്കിൽ സി വരാം അല്ലെങ്കിൽ ഡി വരാം. ∂G/∂N SVNJ ≠ I. ഇങ്ങനെ ഒരാള് നമുക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടില്ലാത്ത ആളാണ്. ടെമ്പറേച്ചറും പ്രഷറും NJ ≠ I ഉള്ളൂ. എൻട്രോപ്പിയും വോളിയവും NJ ≠ I ഇല്ല. ഇനി എക്സ്പൊണൻഷ്യൽ ഓഫ് -ΔG0 റിയാക്ഷൻ ബൈ RT. നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എഴുതുക ΔG0 = -RT ln K ആണ്. അതിൽ -ΔG0 RT ചെയ്താൽ ln K കിട്ടും. അപ്പൊ K എന്ന് പറയുന്നത് എന്താ? എക്സ്പൊണൻഷ്യൽ ഓഫ് -ΔG0 RT എന്ന് വെച്ചാൽ ആരാണ്? റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. R-ന് 2, അങ്ങനെയാണെങ്കിൽ S-ന് 4. S എന്ന് പറയുന്നത് എന്താണ്? ഗിബ്സ്-ഡ്യൂഹാം ഇക്വേഷൻ ആണ്. സോ ആൻസർ ഓപ്ഷൻ സി. Q എന്ന് പറയുന്ന ആൾക്ക് റിലേഷൻ ഒന്നുമില്ല, അറീനിയസ് ഇക്വേഷൻ അല്ല അത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളതിൽ റിലേഷൻ നോക്കിയാൽ അതിൽ 3 ആൾക്കാരായിട്ട് റിലേറ്റ് ചെയ്യുള്ളൂ. അത് പഴയൊരു ഗേറ്റ് ക്വസ്റ്റ്യനും ആണ്. P-ക്ക് 3, R-ന് 2, S-ന് 4.
The next question, the partial molar enthalpy of a component in an ideal gas mixture of composition Z at a temperature T and a pressure P is a function only of. നിങ്ങൾ നോക്കിക്കേ, പാർഷ്യൽ മോളാർ എൻതാൽപ്പി ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഐഡിയൽ ബൈനറി ഗ്യാസ് മിക്സർ അവിടെയാണ് എനിക്ക് ഹിന്റ് ഉള്ളത്. അതായത് ഐഡിയൽ ഇപ്പൊ നമ്മൾ സാധാരണ എച്ച് എഴുതാണെങ്കിൽ നമ്മൾ പറയും സമ്മേഷൻ ഓഫ് എക്സ് ഐ ഇൻറ്റു എച്ച് ഐ ബാർ പാർഷ്യൽ മോളാർ എൻതാൽപ്പി. പക്ഷെ ഐഡിയൽ വരുമ്പോൾ നമുക്ക് എന്തില്ല, സിഗ്മ എക്സ് ഐ ഇൻറ്റു എച്ച് ഐ തന്നെ എഴുതാനുള്ളൂ. ഓക്കെ, ഐഡിയലിന്റെ കേസ് ആണെങ്കിൽ എക്സ് ഐ ഇൻറ്റു എച്ച് ഐ ബാർ ഒന്നുമില്ല, സമ്മേഷൻ ഓഫ് എക്സ് ഐ ഇൻറ്റു എച്ച് ഐ ഉള്ളൂ. ഇനി ഐഡിയൽ ഗ്യാസ് മിക്സറിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എച്ച് ഐ ബാർ എന്ന് പറയുന്നത് എച്ച് ഐ തന്നെയാണ് അല്ലെ. പാർഷ്യൽ മോളാർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തന്നെയാണ് പ്യുവർ കമ്പോണന്റ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ പാർഷ്യൽ മോളാർ എൻതാൽപ്പിയും പ്യുവർ കമ്പോണന്റ് എൻതാൽപ്പിയും സെയിം ആണ്. ഓക്കെ, അപ്പൊ അതില് ഐഡിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു കേസ് ഉണ്ട്. യു എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്, എച്ച് എന്ന് പറയുന്നതും ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. ആർ ടിന്റെ ബേസിൽ നിങ്ങൾ റിലേഷൻ പഠിച്ചിട്ടുണ്ടാവും, 3/2 RT 5/2 RT ഒക്കെ. അപ്പൊ അത് ഓർത്ത് എഴുതുന്ന എച്ച് എന്ന് പറയുന്നത് എന്താണ്, ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. സോ ആൻസർ എന്താ, ഓപ്ഷൻ എ, ടെമ്പറേച്ചർ. The partial molar enthalpy of species 1 in a binary mixture is given by H1 equal to 2 minus 60 x2 square plus 100 x1 x2 square, where x1 and x2 are mole fraction of species 1 and 2 respectively. The partial molar enthalpy in kilojoule per mole of species 1 at infinite dilution. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻഫിനിറ്റ് ഡൈലൂഷന്റെ കേസാണ്. H1 ഇൻഫിനിറ്റി. ഇങ്ങനെ ഇൻഫിനിറ്റ് ഡൈലൂഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ x1 എന്ത് ചെയ്യുക, 0 കൊടുക്കുക. എവിടെ, H1 ബാറിൽ. ഈ പാർഷ്യൽ മോളാർ എൻതാൽപ്പിയിലെ H1 ബാർ ആണ് തരിക. ഇവിടെ ബാർ ഉണ്ട്, H1 ബാർ. അപ്പൊ H1 ബാറിന്റെ എക്സ്പ്രഷനിൽ നിങ്ങൾ എന്ത് മാത്രം കൊടുത്താൽ മതി, x1 0 കൊടുത്താൽ മാത്രം മതി. H1 ഇൻഫിനിറ്റി ആണ് ചോദിക്കുന്നെങ്കിൽ. ഇപ്പൊ H2 ഇൻഫിനിറ്റി, അതായത് സെക്കൻഡ് കമ്പോണന്റിന്റെ ഇൻഫിനിറ്റ് ഡൈലൂഷൻ ആണ് ചോദിക്കുന്നെങ്കിൽ x2 എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അതായത് നമ്മളിപ്പോ ഒരു വെള്ളത്തിൽ ഒരു പഞ്ചസാര ലൈൻ ഉണ്ടായി കഴിഞ്ഞാൽ കുറെ വെള്ളം ഒഴിച്ചാൽ പഞ്ചസാരയുടെ കണ്ടക്ട് വളരെ കുറവായിരിക്കും അല്ലെ. അതായത് x1 0ലേക്ക് പോവാണ്, അതിന്റെ ഫ്രാക്ഷൻ 0ലേക്ക് പോവാണ്. അതാണ് മീനിങ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. അപ്പൊ നമ്മളുടെ H1 ബാറിന്റെ എക്സ്പ്രഷൻ എന്താ, 2 minus 60 x2 സ്ക്വയർ പ്ലസ് 100 x1 x2 സ്ക്വയർ. ഇതിൽ എന്ത് കൊടുക്കുക, x1 0 കൊടുക്കുക. നമുക്കറിയാം x1 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ x1 0 ആണെങ്കിൽ x2 എന്താ വരിക, 1 അല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ 2 minus 60 into 1 സ്ക്വയർ പ്ലസ് 100 into x1 എന്ന് പറഞ്ഞാൽ എന്താ, 0 ആണ്. x2 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ്. ഇതിപ്പോ 100 into 0 0 ആണ്. സോ 60 into 1 സ്ക്വയർ 60. 2 minus 60 എന്ന് വെച്ചാൽ എന്താ വരിക, ഓപ്ഷൻ സി, -58. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്തു പോകാവുന്നേ ഉള്ളൂ. x1 0 ആയാൽ x2 എന്ന് പറയുന്നത് 1 ആയിരിക്കും, ഇത് ഓൾറെഡി 0 ആയിരിക്കും. സോ 2 minus 60 ആണ് ആൻസർ. 2 minus 60 എന്ന് വെച്ചാൽ എന്താണ്, -58. ആൻസർ ഓപ്ഷൻ സി. The partial molar enthalpy of mixing in joule per mole for benzene component 1 and cyclohexane component 2 at 300 Kelvin and 1 bar are given by delta H1 3600 x2 square, delta H2 300 600 x1 square. Partial molar ആണ്. ഇവിടെ ബാർ ഉണ്ട്, delta H1 bar, delta H2 bar. Where x1 and x2 are the mole fraction when 1 mole of benzene is added to 2 mole of cyclohexane. Enthalpy change in unit ശ്രദ്ധിക്കണേ, ജൂൾ ആണ്. നമുക്കറിയാം ബെൻസീന്റെ കേസിൽ ഞാനിപ്പോ കമ്പോണന്റ് 1 എടുക്കുകയാണ്. സോ ഡെൽറ്റ H1 ബാർ തന്നിട്ടുണ്ട് 3600, ഡെൽറ്റ H2 3600, ഡെൽറ്റ H1 3600 x2 സ്ക്വയർ, ഡെൽറ്റ H2 3600 x1 സ്ക്വയർ. സോ നമുക്ക് എൻതാൽപ്പി ചേഞ്ച് എന്താ വരാം, എച്ച് എൻതാൽപ്പി ചേഞ്ച് ഓഫ് മിക്സർ എന്ന് പറയുകയാണെങ്കിൽ ഡെൽറ്റ എച്ച് മിക്സർ എന്ന് പറയുമ്പോൾ സമ്മേഷൻ ഓഫ് എക്സ് ഐ ഇൻറ്റു ഡെൽറ്റ എച്ച് ഐ ബാർ. ഇപ്പോൾ ബെൻസീന്റെ കേസ് ആണെങ്കിൽ 1 മോളും ദെൻ സൈക്ലോഹെക്സേന് 2, അപ്പോൾ 1/3 ആണ് ബെൻസീന്റെ മോൾ ഫ്രാക്ഷൻ അല്ലെ. ഇൻഡിവിജ്വൽ ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റു 3600 x2 സ്ക്വയർ പ്ലസ് 2/3 ഇൻറ്റു 3600 x1 സ്ക്വയർ. അപ്പൊ x1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ, 1/3 സ്ക്വയർ എന്ന് വെച്ചാൽ 1/9. x2 സ്ക്വയർ എന്ന് വെച്ചാൽ 2/3 സ്ക്വയർ എന്ന് വെച്ചാൽ 4/9. സോ 9ഉം 3600 കട്ട് ചെയ്താൽ 400 വരും. സോ 400 ഇൻറ്റു 2/3 800/3, ഇത് 1600/3. സോ ടോട്ടൽ കൂട്ടുകയാണെങ്കിൽ 1600 800 2400/3 എന്ന് വെച്ചാൽ 800. പക്ഷെ എനിക്ക് 800 എന്ന് പറഞ്ഞാൽ എന്താ, ജൂൾ പെർ മോൾ ആണ്. കാരണം എന്റെ എൻതാൽപ്പി ഓഫ് പാർഷ്യൽ മോളർ എൻതാൽപ്പി എന്ന് പറയുന്നത് ജൂൾ പെർ മോൾ ആണ്. ഇത് ജൂൾ പെർ മോൾ ആണ്. സോ എനിക്ക് കിട്ടുന്ന ആൻസർ 800 എന്ന് പറയുന്നത് ജൂൾ പെർ മോൾ ആണ്. പക്ഷെ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ ജൂൾ ആണ്. അപ്പൊ ജൂൾ ആക്കാൻ എന്ത് ചെയ്യണം, 800 ജൂൾ പെർ മോളിനെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 800 ജൂൾ നമുക്ക് ജൂളിൽ ആൻസർ കിട്ടും. ഇപ്പൊ ജൂൾ പെർ മോൾ ഇൻറ്റു മോൾ എന്ന് വെച്ചാൽ ടോട്ടൽ എത്ര മോളാ,
1 മോള് ബെൻസീനും 2 മോൾ ഹെക്സൈനും ടോട്ടല് 3 മോള്. സോ 800 ജൂൾ പെർ മോള് ഇൻറ്റു 3 മോള് എന്ന് വെച്ചാൽ എത്ര വരും? 2400 ജൂള്. ആൻസർ ഓപ്ഷൻ ബി 2400 ജി, 2400 ജെ ജൂൾ. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കണേ. ഞാൻ 800 നിർത്തരുത്. ജൂൾ പെർ മോൾ ആണെങ്കിൽ 800 നിർത്താം. എന്ത് ചെയ്യണം? 2400 എത്തിക്കണം. എങ്ങനെ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. At a given temperature and pressure, a liquid mixture of benzene and toluene is in equilibrium with its vapor. The available degree of freedom. നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അതാണ് F is equal to നമ്പർ ഓഫ് കമ്പോണന്റ് മൈനസ് ഫേസ് പ്ലസ് 2. ഇവിടെ എത്ര കമ്പോണന്റ് ഉണ്ട്? ബെൻസീനും ടൊളുവിനും ഉണ്ട്, 2 കമ്പോണന്റ്. എത്ര ഫേസ് ഉണ്ട്? ലിക്വിഡ് ഇക്വിലിബ്രിയം വിത്ത് വേപ്പർ 2 ഫേസ്. 2 മൈനസ് 2 പ്ലസ് 2. ആൻസർ എന്താ വരിക? 2. ആൻസർ ഓപ്ഷൻ സി 2. റെഡി അല്ലേ? കമ്പോണൻസ് മൈനസ് ഫേസ് പ്ലസ് 2. 2 കമ്പോണന്റ്, ലിക്വിഡ് വേപ്പർ 2 ഫേസ്. സോ 2 മൈനസ് 2 പ്ലസ് 2 2. From the following list, identify the properties which are equal in both the vapor and liquid phase at equilibrium. അപ്പോൾ ഇതിൽ നമ്മളുടെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, കെമിക്കൽ പൊട്ടൻഷ്യൽ, എൻതാൽപ്പി. അതായത് ടെമ്പറേച്ചർ വിയും ടെമ്പറേച്ചർ ലിക്വിഡും ഈക്വൽ ആണോ? കെമിക്കൽ പൊട്ടൻഷ്യൽ വിയും കെമിക്കൽ പൊട്ടൻഷ്യൽ ലിക്വിഡും ഈക്വൽ ആണോ? ഡെൻസിറ്റി വിയും ഡെൻസിറ്റി ലിക്വിഡും ഈക്വൽ ആണോ? എൻതാൽപ്പി എല്ലും എൻതാൽപ്പി വേപ്പറും ഈക്വൽ ആണോ? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് നടക്കുന്നത്. ടെമ്പറേച്ചർ വി ടെമ്പറേച്ചർ എൽ ഈക്വൽ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഫിജാസിറ്റിയും കെമിക്കൽ പൊട്ടൻഷ്യൽ ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ ഈക്വാലിറ്റി പറയാറുണ്ട്. നമ്മൾ നോട്ടിൽ നമ്മൾ ലാസ്റ്റ് അവിടെ നമ്മൾ ഈ 2 കള്ളിയിലാക്കിയിട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. കെമിക്കൽ പൊട്ടൻഷ്യലിന്റെ കേസ്, ഫിജാസിറ്റിന്റെ കേസ്, അതേപോലെ തന്നെ നമ്മുടെ ലൂയിസ്-റാൻഡൽ റൂളും അതേപോലെ തന്നെ ഹെൻറീസ് ലോയും, നമ്മൾ ഗാമാന്റെ കേസ് 1 ആക്കുന്ന കേസ്, ഗാമാന്റെ കേസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന കേസ് എന്ന് വെച്ചാൽ എന്റെ സോൾവെന്റ് സൊല്യൂട്ട് കേസ് നിങ്ങൾ ഓർത്ത് വെക്കുക. അവിടെ നമ്മൾ പറയുന്നുണ്ട് മി ഓഫ് വാപ്പറും മി ഓഫ് ലിക്വിഡ്, അതേപോലെ തന്നെ ഫിജാസിറ്റി ഓഫ് വാപ്പറും ഫിജാസിറ്റി ഓഫ് ലിക്വിഡും. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈക്വൽ ആവുന്ന കേസാണ്. ഈക്വൽ ആവുന്ന കേസ് ടെമ്പറേച്ചറും ഉണ്ട്, ഫിജാസിറ്റി ഉണ്ട്. ഡെൻസിറ്റി ഈക്വൽ അല്ല, എൻതാൽപ്പി ഈക്വൽ അല്ല. സോ ആൻസർ എന്ന് പറയുന്നത് ക്യൂവും വരും, അതേപോലെ തന്നെ ആറും വരും. സോ ആൻസർ ക്യൂ ആൻഡ് ആറ്. ഏതാ വരാം? ഓപ്ഷൻ ക്യൂ ആൻഡ് ആറ്. ഓപ്ഷൻ സി ക്യൂ ആൻഡ് ആറ് ഓൺലി. The system liquid water in equilibrium with a mixture of water vapor and nitrogen has the following degrees of freedom. നമ്മൾ in the same equation F is equal to C minus P plus 2. 2 കമ്പോണന്റ് അല്ലെ? ലിക്വിഡ് വാട്ടർ ആയാലും വാട്ടർ വേപ്പർ ആയാലും വാട്ടർ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്, പിന്നെ നൈട്രജൻ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്. 2 കമ്പോണന്റ്. ഫേസ് ലിക്വിഡ് വാട്ടറും ഉണ്ട്, പിന്നെ വാപ്പറും ഉണ്ട് അല്ലെ? അപ്പൊ ലിക്വിഡ് വാപ്പർ 2 ഫേസ്. 2 മൈനസ് 2 പ്ലസ് 2 അങ്ങനെയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി 2. An equimolar liquid mixture of species 1 and 2 is in equilibrium with its vapor at 400 Kelvin. At this temperature, vapor pressure of species are P1 saturated 180, P2 saturated 120. Assuming that Raoult's law is valid, then value of Y1. ഇതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണെന്ന് വെച്ചാൽ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം x1 ഇൻറ്റു P1 സാച്ചുറേറ്റഡ് പ്ലസ് x2 ഇൻറ്റു P2 സാച്ചുറേറ്റഡ്. നമ്മൾ റൗൾട്ട്സ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. അപ്പോൾ ഇക്വിമോളാർ ആണ്. അങ്ങനെയാണെങ്കിൽ 0.5 ഇൻറ്റു 180 പ്ലസ് 0.5 ഇൻറ്റു 120 എന്ന് പറയുമ്പോൾ 300/2 150 വരും. ഓക്കെ, അപ്പൊ എന്നോട് Y1 ആണ് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. ഓക്കെ, പാർഷ്യൽ പ്രഷർ ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. അപ്പോൾ Y1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? P1 ഡിവൈഡഡ് ബൈ PT. ടോട്ടൽ പ്രഷർ നമ്മൾ കണ്ടുപിടിച്ചു. P1 എന്ന് വെച്ചാൽ എന്താ? റൗൾട്ട്സ് ലോ പ്രകാരം x1 ഇൻറ്റു P1 സാച്ചുറേറ്റഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ 0.5 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 150. ഇതൊന്ന് ഓർത്ത് വെക്കണേ. റിപ്പീറ്റ് അടിക്കുന്ന ആളാണ് എന്ന് വെച്ചാൽ Y എന്ന് പറയുന്ന ആളെ ചോദിക്കാം, അല്ലെങ്കിൽ X എന്ന് പറയുന്ന ആളെ ചോദിക്കാം. Y എന്ന് പറയുന്ന ആള് പാർഷ്യൽ പ്രഷർ എന്ന് വെച്ചാൽ x1 ഇൻറ്റു P1 സാച്ചുറേറ്റഡ് ഡിവൈഡ് ബൈ ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ x1 ഇൻറ്റു P1 സാച്ചുറേറ്റഡ് പ്ലസ് x2 ഇൻറ്റു P2 സാച്ചുറേറ്റഡ്. അപ്പോൾ 0.5 ഇൻറ്റു 180 എന്ന് പറയുമ്പോൾ 90 ഡിവൈഡഡ് ബൈ 150. 90 ഡിവൈഡ് ബൈ 150 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 9/15 അല്ലെ? എന്ന് വെച്ചാൽ 3/5. 3/5 എന്ന് വെച്ചാൽ 6/10 എന്ന് വെച്ചാൽ ആൻസർ ഓപ്ഷൻ ഡി 0.6. The number of degree of freedom for an azeotropic mixture in a 2-component liquid vapor equilibria is option A 0, option B 1, option C 2, option D 3. നമ്മളെ ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയയില് നമ്മൾ സാധാരണ നമുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 കമ്പോണന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ F is equal to C minus P plus 2. 2 കമ്പോണന്റ് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയ 2 ഫേസ് 2 minus 2 plus 2 2. പക്ഷേ അസിയോട്രോപിക് വരുമ്പോൾ നമ്മൾ ഇതിന്ന് 1 മൈനസ് ചെയ്യണം. ഓക്കെ, 2 മൈനസ് 1 ചെയ്യണം. അസിയോട്രോപിക് ആകുമ്പോൾ 1 മൈനസ് ചെയ്യണം. എക്സ്ട്രാ എനിക്ക്
-1 ചെയ്യുക. സോ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് വെക്കുക ഓപ്ഷൻ ബി 1 ആണ്, 2 അല്ല അസിയോട്രോപിക് ആവുമ്പോൾ. ഓക്കെ, at 60 degrees Celsius, vapor pressure of methanol and water are 84.562 kilopascal, 19.953 kilopascal respectively. An aqueous solution of methanol at 60 degrees Celsius exert a pressure of 39.233 kilopascal. Liquid phase and vapor phase mole fraction of methanol are 0.1686 and 0.5714 respectively. Activity coefficient of methanol is option A 1.572, option B 1.9398, option C 3.389, option D 4.232. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു y1 ഇൻറ്റു പി ഈക്വൽ ടു x1 ഇൻറ്റു P1 സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ y1 ഇൻറ്റു ടോട്ടൽ പ്രഷർ x1 ഇൻറ്റു P1 സാച്ചുറേറ്റഡ്. ഇതാണ് തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം. പക്ഷേ എനിക്ക് നോൺ ഐഡിയൽ ആവുമ്പോൾ, ഇത് ഐഡിയലിന്റെ കേസിലാണ് ഈ ഇക്വേഷൻ, നോൺ ഐഡിയൽ ആവുമ്പോൾ ഇവിടെ ആരും കൂടെ വരും, ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് ഗാമയും കൂടെ കയറി വരും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. y1 മോൾ ഫ്രാക്ഷൻ ഇൻ ഗ്യാസ് ഫേസ് നോക്കിക്കേ, വാപ്പർ ഫേസ് മോൾ ഫ്രാക്ഷൻ ഓഫ് മെഥനോളും ഉണ്ട്, ലിക്വിഡ് ഫേസ് മോൾ ഫ്രാക്ഷൻ ഓഫ് മെഥനോളും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 0.57 ഓക്കെ ഇൻറ്റു ടോട്ടൽ പ്രഷർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ടോട്ടൽ പ്രഷർ ആൻഡ് അക്യൂസ് സൊല്യൂഷൻ ഓഫ് മെഥനോൾ 60 ഡിഗ്രി സെൽഷ്യസ് എക്സേർട്ട് പ്രഷർ ഓഫ് 39.23. ഓക്കെ, ടോട്ടൽ പ്രഷർ. ഗാമ ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് ലിക്വിഡ് ഫേസ് എത്രയാ 0.1686, നമ്മൾ 0.17 കൊടുക്കാം. ഇനി മെഥനോളിന്റെ വാപ്പർ പ്രഷർ, പ്യുർ വാപ്പർ പ്രഷർ ഓഫ് മെഥനോൾ എത്രയാ 84.5. സോ ഗാമ ആണ് കണ്ടുപിടിക്കേണ്ടത് 0.57 ഇൻറ്റു 39 ഡിവൈഡഡ് ബൈ 0.17 ഇൻറ്റു 84.5. ഞാൻ 85 ആക്കുകയാണ്, 0.57 ഞാൻ 57 ആക്കുകയാണ്, 0.17 ഞാൻ 17 ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കിയാൽ 1.57 ഉണ്ട്, 2ന്റെ അടുത്തുണ്ട്, 3 പോയിന്റ് ഉണ്ട്, 4 പോയിന്റ് ഉണ്ട്. നിങ്ങളതൊന്ന് കട്ട് ചെയ്യാം. ഇപ്പൊ 57, 29, 57, 58, 87. അപ്പൊ നമുക്കിതൊരു 2/3 ആയിട്ട് ഏകദേശം കട്ട് ചെയ്യാം. ഓക്കെ, ഇനി 13, 3, 39. അപ്പൊ 13 ഇൻറ്റു 2 26 ഡിവൈഡ് ബൈ 70 എന്ന് പറയുമ്പോൾ ഒരു 17, 90 5 17 85. സോ 1.5 സംതിങ് വരും. ഇങ്ങനെയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ എ 1.572. ഓക്കെ, അപ്രോക്സിമേറ്റ് ചെയ്താൽ മതി. ബാക്കി നിങ്ങളെ കാൽക്കുലേഷൻ നിങ്ങൾ സ്പീഡ് അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നേരത്തെ ക്വസ്റ്റ്യനിൽ y1 ഇൻറ്റു പി ടി ഈക്വൽ ടു x1 ഇൻറ്റു P1 സാച്ചുറേറ്റഡ് മതിയായത് ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x1 P1 സാച്ചുറേറ്റഡ് പ്ലസ് x2 P2 സാച്ചുറേറ്റഡ്. ഇവിടെ ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? സോ ഇതാണ് ബേസിക്കലി നമ്മുടെ സൊല്യൂഷൻ തെർമോഡൈനാമിക്സിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയാനുള്ളത്. നമുക്ക് ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുജാസിറ്റി, ആക്ടിവിറ്റി കോഎഫിഷ്യന്റ്, കെമിക്കൽ പൊട്ടൻഷ്യൽ, ഗിബ്സ്-ഡ്യൂഹം ഇക്വേഷൻ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിന്റെ യൂണിറ്റ് അത് എവിടെയാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. സൊല്യൂഷൻ തെർമോഡൈനാമിക്സും പറഞ്ഞു, റിയാക്ഷൻ ഇക്വിലിബ്രിയം ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഫേസ് ഇക്വിലിബ്രിയന്റെ കേസും പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് ബേസിക്കലി ഉള്ള കാര്യങ്ങൾ. നിങ്ങൾ ഈ തെർമോഡൈനാമിക്സിന്റെ കേസിൽ ലാസ്റ്റിൽ വരുന്ന ആളാണ് നമ്മളുടെ ഈ സൊല്യൂഷൻ തെർമോഡൈനാമിക്സും അതേപോലെ തന്നെ ഫേസ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ റിയാക്ഷൻ ഇക്വിലിബ്രിയയുടെ ഒക്കെ കേസ്. ഓക്കെ, ഇതായിട്ട് ബേസിക് ആയിട്ട് ലേഷാഡ്ലി പ്രിൻസിപ്പലായിട്ട് ബന്ധപ്പെട്ട് പ്രഷറിന്റെ കേസ് ഒന്ന് ഓർത്ത് വയ്ക്കുക, അതേപോലെ ടെമ്പറേച്ചറിന്റെ കേസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് പ്രഷർ ഇൻഡിപെൻഡന്റ് ആണ്, ടെമ്പറേച്ചറിന്റെ കേസ് ഡിപെൻഡ് ആണെന്നുള്ള കേസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതേപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഇക്വേഷൻസും പഠിക്കുക. റിയാക്ടിങ് സിസ്റ്റം വരികയാണെങ്കിൽ ആ റിയാക്ടിങ് സിസ്റ്റം മൈനസ് ചെയ്യണം, അസിയോട്രോപിക് ആണെങ്കിലോ -1 എടുക്കണം. ഓക്കെ, സോ താങ്ക് യു.